ഇന്നലെ കൂരിയാട് ദേശീയപാതയിൽ നടന്ന അപകടത്തിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഈ കാഴ്ചയിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം അശാസ്ത്രീയമായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന്. കേരളത്തിലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതുപോലെ സർവീസ് റോഡ് തകർന്നല്ല അപകടമുണ്ടായിട്ടുള്ളത്. മറിച്ച് ദേശീയപാതയുടെ ഒരു ഭാഗം നെൽവയലിലേക്ക് പതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ആ ഭാഗത്തുള്ള സർവീസ് റോഡ് നെൽവയലിൻ്റെ ഭാഗത്തേക്ക് തെന്നിമാറുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമായി റോഡ് അടർന്നു മാറിയതായും വയലിൽ വലിയൊരു മൺതിട്ട രൂപപ്പെട്ടതായും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന സമയത്ത് തന്നെ നാട്ടുകാരും ജനപ്രതിനിധികളും അടക്കമുള്ളവർ വയലിന് കുറുകെയുള്ള ഈ നിർമ്മാണത്തിൻ്റെ ഭാവിയിലെ അപകടത്തെക്കുറിച്ച് ആശങ്ക രേഖപ്പെടുത്തിയതാണ്. അതൊന്നും വകവയ്ക്കാതെയാണ് KNRCL ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. പാഡി ലാൻഡായിട്ടുള്ള ഇത്തരം ചതുപ്പ് പ്രദേശങ്ങളിൽ പാലിക്കേണ്ട നിർമ്മാണ രീതികളൊന്നും ഇതിൽ പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഫ്ലൈ ഓവറിലേക്ക് ഭീമാകാരമായ രീതിയിൽ ലോക്ക് പോലും ഇല്ലാത്ത ബ്രിക്സ് വെച്ച് അതിൽ മണ്ണ് നിറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മഴക്കാലത്ത് ഒരു നദിയുടെ സ്വഭാവം കാണിക്കുന്ന ഈ വയലിൽ ഇതുപോലെയുള്ള ഒരു വലിയ മതിലിനെ താങ്ങി നിർത്താനുള്ള ശേഷിയുണ്ടോ എന്ന് പഠിക്കുക പോലും ചെയ്യാതെയാണ് ഇവർ ഈ നിർമ്മാണ പ്രവൃത്തിയുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. മാത്രമല്ല, മഴക്കാലത്ത് പഴയ ഹൈവേയിലേക്ക് പോലും വെള്ളം കയറാൻ സാധ്യതയുള്ള ഇവിടുത്തെ സർവീസ് റോഡ് പോലും പഴയ ഹൈവേയേക്കാളും ഉയരം കുറച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് മഴക്കാലത്ത് ഈ റോഡ് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ സൃഷ്ടിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനിയെങ്കിലും ഈ നിർമ്മാണ പ്രവൃത്തിയിൽ തക്കതായ ഒരു മാറ്റം കൊണ്ടുവരാൻ ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്.